ഒന്നല്ലെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ വൈറ്റ്, അതും അല്ലെങ്കിൽ ഗ്രേ. ഈ 3 കളറിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങിപ്പോയോ? ചുമ്മാ ഏതെങ്കിലും കാർ പാർക്കിങ്ങിലൊക്കെ പോയി നോക്കണം. ഭൂരിഭാഗം കാറുകളുടെയും കളറ് ഈ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ആയിരിക്കും. നല്ല റെഡ്, ബ്ലൂ, ഗ്രീൻ ഈ കളറിലുള്ള കാറുകളുടെ എണ്ണം വളരെ 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 കുറവാണ്. 70കളിലും 80കളിലൊക്കെ ഉള്ള ലോകമായിട്ട് ഇപ്പോഴത്തെ ലോകം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ വൈബ്രൻറ്റ് കളേഴ്സ് ആയിരിക്കും. യെസ്, ദ വേൾഡ് ഈസ് ലൂസിങ് കളേഴ്സ്. അതിപ്പോൾ കാറുകളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, വീടുകളോ ഷോപ്പോ അങ്ങനെ ബിൽഡിങ്ങുകളുടെ ഒക്കെ കാര്യത്തിലാണെങ്കിലും ആരും അങ്ങനെ കളർഫുൾ പെയിൻറ്റുകളൊന്നും ചൂസ് ചെയ്യാറില്ല. എല്ലാവരും ഒരു മിനിമലിസ്റ്റിക് പാറ്റേൺ ആണ് പിടിക്കാറ്. മക്ഡൊണാൾഡ്സിൻ്റെ വിഷ്വൽ ഐഡൻറ്റിറ്റി ആയിരുന്ന അവരുടെ ബ്രാൻഡ് കളേഴ്സ് ആയിട്ടുണ്ടായിരുന്ന റെഡും യെല്ലോയും ഓർമ്മയില്ലേ? 2020 സ്റ്റാർട്ടിങ്ങിൽ അവരതിനെ കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്ത് ഒരു മോഡേണൈസ്ഡ് ന്യൂട്രൽ കളറിലേക്ക് വന്നു. മക്ഡൊണാൾഡ്സ് മാത്രമല്ല, ആപ്പിൾ, സാംസങ്, കിയ തുടങ്ങി പല ബ്രാൻഡുകളും അവരുടെ ബ്രാൻഡ് ലോഗോ ന്യൂട്രൽ കളറിലേക്ക് മാറ്റി. ഇപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻസോ, വെഡ്ഡിങ് സെലിബ്രേഷനോ, ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ എന്ത് സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, പണ്ടത്തെ പോലെ കളർഫുൾ വൈബൊന്നും ആരും പിടിക്കുന്നില്ല. എല്ലാവരും ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഡെയിലി ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും ആരും അങ്ങനെ വൈബ്രൻറ്റ് പിങ്ക്, യെല്ലോ, ബ്ലൂ അങ്ങനത്തെ കളറൊന്നും ചൂസ് ചെയ്യാറില്ല. എല്ലാവരും ഒരു ക്ലീൻ, സൊഫിസ്റ്റിക്കേറ്റഡ്, പ്രൊഫഷണൽ, സ്റ്റൈലിസ്റ്റിക് ഐഡിയാസ് കൊടുക്കുന്ന സോ കോൾ ബേസിക് കളേഴ്സാണ് ചൂസ് ചെയ്യാറ്. ഇനി അതല്ല, കുറച്ച് കളർഫുള്ളായിട്ട് നടക്കുന്ന ആളുകളെ ഒന്നില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആക്കും, അല്ലെങ്കിൽ ആൻറ്റീക്ക് ആക്കും. നല്ല വൈബ്രൻറ്റ് കളേഴ്സിലുള്ള ആക്സസറീസോ, ഹാൻഡ് ബാഗുകളോ, വാട്ടർ ബോട്ടിൽസോ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളെ ഇമ്മച്ചുവർ ആക്കി കളയും. ഇതൊരു എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ വൈബിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ലോകം ഇനി പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് എത്താൻ പോവാണോ? എന്തു തോന്നുന്നു?